ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. പ്ലാന്റ്സിലൊക്കെ വെള്ളം ഒഴിക്കാനുള്ള ക്യാനാണ്. കണ്ടപ്പം നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് ഓർഡർ ചെയ്തതാണ്. ഈ മേളിൽ ഞാൻ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന റോസുകൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ജഗ്ഗിലടുത്ത് ഞാൻ ഒഴിക്കുന്നത്, അപ്പം അത് കറക്റ്റായി പറ്റുന്നില്ല. അപ്പം ഇതാകുമ്പോഴത്തേക്കും വെള്ളം എടുത്ത് ഒഴിച്ച് നമുക്ക് അവിടെ തന്നെ വെച്ചിരിക്കാൻ പറ്റും. അത് അത്യാവശ്യത്തിനടുത്ത് ഒഴിക്കാൻ പറ്റും. ഇതാണ് സാധനം. ഇതിൽ ഒരു അടപ്പുണ്ട്, പിന്നെ വെള്ളം ഒഴിക്കാനുള്ള ഒരു അരിപ്പുണ്ട്. അങ്ങനെ 2 സാധനം അതിനകത്തുണ്ട്. പക്ഷേ കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നെയാണ്. പ്ലാസ്റ്റിക്കൊക്കെ കട്ടിയുള്ളത് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ്. ഒരുപാട് റേറ്റിനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെ അടച്ച് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനിത് ഓർഡർ ചെയ്തു. അതുപോലെ റിവ്യൂസും നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അടച്ച് വെച്ച് കഴിഞ്ഞ് ഇതിൽ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല. കാരണം നമുക്ക് ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് അവിടെ തന്നെ വെച്ച് അവിടെ ഇരിക്കുന്ന ചെടികൾക്ക് ഇതിലുള്ള വെള്ളം ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ ഈ അരിപ്പ് ഇതിൻ്റെ ഈ ഫ്രണ്ടിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ അരിപ്പ് എനിക്ക് കണ്ടിട്ട് കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ചെറിയ സൈസായിരുന്നെങ്കിൽ ഈ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ ഒഴിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അല്ലാതെ ഗാർഡനിലൊക്കെ ഒഴിക്കാൻ ഭയങ്കര ബെറ്റർ ഓപ്ഷനാണ്. പക്ഷെ വലിയ ഗാർഡനൊക്കെ ആണെങ്കിൽ അതിലൊഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വെള്ളം അത് തികയും തോന്നുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് അതിലൊഴിക്കുക, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം വെള്ളം എടുത്ത് ഒഴിക്കേണ്ടി വരും. അപ്പം സാധനം കൊള്ളാം. കണ്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു. അടപ്പ് വെളിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ അവർ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തുറന്നിട്ടാലും അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചും കൂടെ കാണിച്ചു തരാം. ഞാൻ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫുള്ള് നിറച്ചിട്ടില്ല. പക്ഷേ ഒരു 3/4 ഭാഗത്തോളം നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ചെടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ റോസ് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡാണ് വെച്ചിരുന്നത്. പക്ഷേ വെയിൽ അധികം കൊള്ളുന്നില്ല, അടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാടൻ റോസുകളാണ്. ഇപ്പം മാഞ്ച് വെച്ചതായതുകൊണ്ട് ആദ്യമൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റായി വരുള്ളൂ. ഇതിന് ഞാൻ ഒരു പ്ലാന്റ് ആദ്യം വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇത് ഒന്നും കൂടി തളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അരിപ്പ് കുറച്ച് വലിയ സൈസിലാണ്. എന്നാലും കുഴപ്പമില്ല, സാധനം പൊളിയാണ്. ഇതിപ്പം ഈ ചെറിയ ചെടിച്ചട്ടിയൊക്കെ ആയതുകൊണ്ടാണ് നമുക്കത് കൂടുതലായിട്ട് ഫീൽ ചെയ്യണത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻ്റെ ഓസിൽ പിടിപ്പിച്ചില്ല ഫിൽറ്ററില്ലേ, പൈപ്പിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന, അതിനെതിൽ ഞാൻ സെറ്റ് ചെയ്ത് നോക്കും. അത് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യും. അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്ന് തോന്നി മീഷോയിൽ തന്നെ സെർച്ച് ചെയ്താൽ, മീഷോയിലോ ആമസോണിലോ ഏതിലെങ്കിലും സെർച്ച് ചെയ്താൽ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.